ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ ഒരു വറുത്തരച്ച മഷ്റൂം കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മഷ്റൂം എന്ന് നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന കുമിള് അല്ലെങ്കിൽ കൂൺ എന്നൊക്കെ പറയും. കൂൺ ഇവിടെ ഞാൻ അരമണിക്കൂർ വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും അല്പം ചേർത്ത് കുതിർത്ത് വെച്ച് കഴുകി വൃത്തിയാക്കി വെച്ച് കട്ട് ചെയ്തെടുത്ത കുമിളാണ് ഈ പാത്രത്തിൽ കാണുന്നത്. അപ്പോൾ ഇതിങ്ങനെ വൃത്തിയാക്കി അതിൻ്റെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ എടുത്തു വയ്ക്കാം, വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ട്. അതിനുശേഷം ഇതിനാവശ്യമുള്ളത് ഒരു സവാള, വലിയ സവാള, ഒരു തക്കാളി, ഒരു 3-4 അല്ലി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിന് വറുത്തരക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ. നമുക്ക് തേങ്ങ കൂടുതലോ കുറവായാലും കുഴപ്പമൊന്നുമില്ല, 1 കപ്പ് തേങ്ങ വേണം. അത് നമുക്കിനി വറുത്തെടുക്കാം. അതിനായിട്ട് ആദ്യം ഗ്യാസിൽ ചീനിച്ചട്ടി വെക്കുക, അതിലേക്ക് തേങ്ങ ഇടുക. ഞാൻ ആദ്യം ശരിക്കും തേങ്ങയാണ് ഇടാറ്. ചില ആളുകൾ ആദ്യം ഓയിൽ ഒഴിച്ച് അതിലേക്കാണ് തേങ്ങ ചേർക്കുന്നത്. ഇങ്ങനെ തേങ്ങ ആദ്യം ഇട്ട് ജസ്റ്റ് ഒന്ന് വറുത്ത് കൊടുത്താൽ നമുക്ക് കൂടുതൽ ഓയിലില്ലാതെ തേങ്ങ വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ തേങ്ങ കുറച്ച് സമയം തീ കുറച്ച് വെച്ച് ഇതുപോലെ വറുത്ത് കൊടുത്താൽ അതിൻ്റെ തേങ്ങയുടെ ആ ജലാംശം മുഴുവൻ തന്നെ വറ്റി അതിനെ കുറച്ച് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാനും സാധിക്കും. ആദ്യം തന്നെ എണ്ണ ഒഴിച്ചാൽ പിന്നീട് കൂടുതൽ എണ്ണ വീണ്ടും ഒഴിക്കേണ്ടി വരും വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് വറുത്ത് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു നുള്ളി ജീരകമാണ്, ഒരു പിഞ്ച് ജീരകം കറിയുടെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇത് വറുത്ത് കുറച്ച് ബ്രൗൺ കളർ ആകുമ്പോൾ, ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴാണ് ഞാൻ ഇതിലേക്ക് അല്പം നമുക്ക് ആവശ്യം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇല്ലാതെ ആകുമ്പോൾ കറിയുടെ ടേസ്റ്റ് അത്ര ടേസ്റ്റ് കിട്ടില്ല, ഇല്ലാതെയും ചെയ്യാം, കിട്ടും, വറുത്ത് കിട്ടും. ഞാൻ കുറച്ച് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക, കുറച്ച് തേങ്ങ വറുത്തതിന് ശേഷം. ഇനി അതിലേക്ക് തേങ്ങ ബ്രൗൺ കളർ ആയതിനു ശേഷം അതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ആദ്യം വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഇതിൻ്റെ മെയിൻ കുരുമുളകാണ്. ഇതിൻ്റെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ, ഒരു വലിയ സ്പൂണ് കുരുമുളക് പൊടി ആവശ്യമുണ്ട്. അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. കരിഞ്ഞു പോകരുത്, തീ കുറച്ച് വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. ഇതിലേക്ക് പെട്ടെന്ന് തന്നെ പൊടികളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. തീ വളരെ സിമ്മിലാക്കി തീ വെക്കേണ്ടതാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കുരുമുളക് പൊടി മാത്രം ആദ്യം ഒന്ന് ചൂടാക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിലൊരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആവശ്യമാണ്. കറിയുടെ ആവശ്യത്തിനനുസരിച്ച് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതും ഒന്ന് വഴറ്റി കൊടുക്കുക. പൊടി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിൻ്റെ മണം മനസ്സിലാവും. അപ്പോൾ പൊടിയും നന്നായിട്ട് മിക്സാക്കി തേങ്ങയൊക്കെ കറക്റ്റായിട്ട് മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എങ്ങനെയാണ് കറി ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് മുന്നേ മഷ്റൂമിന് ജസ്റ്റ് ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ മഷ്റൂം കഴുകി വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് വെച്ചിട്ടുള്ള മഷ്റൂമാണ്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ഞാൻ ജസ്റ്റ് മിക്സാക്കി വെക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് മിക്സാക്കി വെക്കാവുന്നതാണ്. പക്ഷേ ഉപ്പ് മാത്രമേ ഇട്ടുള്ളൂ. ജസ്റ്റ് അതൊന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് മിക്സാക്കി വെക്കാം. അപ്പോൾ അത് ജസ്റ്റ് ആ കഷ്ണത്തിനൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചട്ടി ചൂടാവുന്നുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വളരെ അല്പം മാത്രമേ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി എണ്ണയൊക്കെ ചേർത്താൽ കറി കുറച്ചും കൂടി ടേസ്റ്റും കൂടും. കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം മാത്രമേ അതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാനിതിൽ കടുകോ ഒന്നും തന്നെ പൊട്ടിക്കുന്നില്ല. അവസാനം ഇതിലേക്ക് ഉള്ളി കാഴ്ച ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അരിഞ്ഞു വെച്ച സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റിയെടുക്കാം. അറിയാലോ, സവാള ഇതുപോലെ തന്നെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ കുറച്ച് വഴറ്റി കൊടുക്കണം. കൂടുതൽ ബ്രൗൺ കളർ ആവേണ്ട, പെട്ടെന്ന് വെന്ത് പോകും കൂടുതലായിട്ട്. കുറച്ച് വഴറ്റി കൊടുക്കുക. വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ വേണം വഴറ്റാൻ. ചട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ അധികം തീ കൂട്ടി വെച്ചു. അതുപോലെ തന്നെ എണ്ണയും ആവശ്യമായിട്ട് വരും. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞ് വെച്ച് വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. ഇഞ്ചി ഞാൻ ചേർക്കുന്നില്ല. ഇപ്പോൾ വെളുത്തുള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. കുറച്ച് ബ്രൗൺ ആയ ശേഷം അതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുക.
സാധാരണ ഇഞ്ചിയും വെളുത്തുള്ളി ഒരുമിച്ചാണ് ചേർക്കുന്നത്, പക്ഷെ ഞാനിവിടെ ഇഞ്ചി ലാസ്റ്റേ ഇടുന്നുള്ളൂ. ഇപ്പോൾ ഇതിൽ വെളുത്തുള്ളി മാത്രം ചേർത്ത് കൊടുക്കും. വെളുത്തുള്ളി കുറച്ചൊരു മണം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിന് ശേഷം കൂടുതൽ അങ്ങനെ ഫ്രൈ ആകുമൊന്നും വേണ്ട. അതിലേക്ക് നമുക്ക് ഇനി മറ്റു പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നീട് അതിലേക്ക് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ രണ്ടും കൂടി മിക്സ് ആയതുകൊണ്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. കുരുമുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ എരിവ് വേണമെന്നുള്ളവർ കുറച്ചും കൂടി ചേർക്കാം. എനിക്ക് ഇതാണ് കറക്റ്റായിട്ട് തോന്നുന്നത്. ഞാൻ എൻ്റെ ആവശ്യമുള്ള എരിവിലാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഞാൻ മുളക് പൊടി ചേർത്തു. ഞാൻ രണ്ടും കൂടി മിക്സാക്കി പൊടിച്ചതുകൊണ്ട് ഞാൻ അങ്ങനെയാണ്. അതുകൊണ്ട് എരിവും ഉണ്ടാവും, കുറച്ച് കളറും ഉണ്ടാവും. ഇനി അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഊറ്റിക്കളയണം. വെള്ളം ഇല്ലാതെ ആ മഷ്റൂം ഒന്ന് ചേർത്ത് കൊടുക്കുക. പൊടികളൊന്നും കരിഞ്ഞു പോകരുത്. ഇതിൽ ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് പൊടി മൂത്ത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് വേണം ജസ്റ്റ് ഒന്ന് പൊടികളൊക്കെ വറുത്തെടുത്ത് വെക്കാൻ. അപ്പോൾ അതിലേക്ക് ഞാൻ മഷ്റൂം ഇട്ട് നന്നായിട്ട് അതിൻ്റെ മസാലകളൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിന് മുന്നേ നമ്മൾ നേരത്തെ വറുത്തരച്ച് വെച്ച തേങ്ങയുണ്ട്, അത് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് വെക്കേണ്ടതാണ്. നന്നായിട്ട് ഇതിൻ്റെ ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ മഞ്ഞൾപ്പൊടി മിക്സാക്കി അത് തന്നെ വെക്കുന്നവർ മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് അരിഞ്ഞിട്ട് തക്കാളി ചേർക്കുകയാണ്. അപ്പോൾ ഞാൻ തക്കാളി ഉള്ളി വഴറ്റുമ്പോൾ ചേർത്തിട്ടില്ല. അങ്ങനെ വഴറ്റി ചെയ്യുമ്പോൾ തക്കാളി കൂടുതൽ പേസ്റ്റായിപ്പോവും. ഞാൻ അതുകൊണ്ട് തക്കാളി കുറച്ച് പീസായിട്ട് കറിയിൽ കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കൂടുതൽ ഉടഞ്ഞു പോകത്തില്ല. നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കണം. നേരത്തെ ഇട്ട ഉപ്പേ ഉള്ളൂ. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉള്ളിക്കും കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സാക്കി വെച്ചതിന് ശേഷം ഇതൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തും ഒരുപോലെ അമർത്തി വെച്ചിട്ടൊന്ന് വെള്ളം ചേർക്കരുത്. ഇപ്പോൾ അടച്ച് വെക്കണം. ജസ്റ്റ് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 5-10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇത് വേവിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും. ഉപ്പൊക്കെ നന്നായിട്ട് മിക്സാക്കി അടച്ച് വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ട് ആദ്യം 2 മിനിറ്റ് തീ കൂട്ടി വെക്കുക. അതിനുശേഷം തീ കുറച്ച് വെക്കുക. നന്നായിട്ട് കാണാം. അത് ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് വെള്ളം അതിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാവുന്നതാണ്. നന്നായിട്ട് തിളച്ച് അതിൻ്റെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ വെള്ളമുണ്ട്, നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഇനി ഞാൻ ഇഞ്ചി ചതച്ച് വെച്ചത് ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചി നേരത്തെ ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ ഇപ്പോൾ ഞാനത് ഇഞ്ചി ചേർത്ത് കൊടുത്തു. അതിലേക്ക് ജസ്റ്റ് അതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് തേങ്ങയും കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് വറുത്ത് വെച്ച് നമ്മൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ആ അരപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അരപ്പ് നന്നായിട്ട് ഒന്ന് കറിയിലേക്കെല്ലാം തന്നെ വൃത്തിയായിട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ആദ്യം അരപ്പ് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സ് ചെയ്യുക. ആദ്യം തന്നെ വെള്ളം ഒഴിക്കരുത്. ജസ്റ്റ് ഒന്ന് അരപ്പ് മാത്രം ഒന്ന് തിളക്കാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കണം. അപ്പോൾ പെട്ടെന്ന് കഷ്ണങ്ങളിലൊക്കെ തന്നെ അരപ്പ് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. പച്ചവെള്ളം ഒഴിക്കരുത്. കുമിളും ഒക്കെ നമുക്ക് മഷ്റൂമൊക്കെ നല്ലോണം വെന്ത് വന്നിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, തിളച്ച വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. 2 കപ്പോളം വെള്ളം ഒഴിക്കേണ്ടി വരും. കാരണം നമുക്ക് ചോറിനാണെങ്കിൽ കുറച്ച് ചാറൊക്കെ വേണ്ടി വരും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വെള്ളം നോക്കിയിട്ട് ഒഴിക്കുക. അല്ല ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ നമുക്ക് അതുപോലെ കുറച്ച് വെള്ളം കുറച്ചിട്ട് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലൊക്കെ കുറച്ച് അരപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മിക്സാക്കിയിട്ട് അതിൽ കുറച്ച് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അത് തിളച്ച് കുറച്ചും കൂടി കുറുകാനുണ്ട്. അപ്പോൾ വീണ്ടും നല്ലോണം വറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ 2-2.5 കപ്പ് വെള്ളം ചേർക്കാം. ഇത് ഇനി നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ അരപ്പൊക്കെ നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ പിടിച്ച് വറ്റി വരും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അരപ്പൊക്കെ വേണം. ഉപ്പുണ്ടോ നോക്കുക.
ഉപ്പ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അടപ്പെടുത്ത് വെച്ച് അടച്ചു വെക്കുക. മുഴുവനായിട്ടും അടച്ചു വെക്കരുത്. നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോയാൽ ചിലപ്പോൾ ആ അരപ്പൊക്കെ തിളച്ച് പുറത്തേക്ക് മറിയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് തുറന്ന് വെച്ചിട്ട് അടച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ കറി ഇവിടെ തിളച്ചിട്ടുണ്ട്. അതിൻ്റെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് നമുക്ക് നേരത്തെ ഒഴിച്ച് വെള്ളമൊന്നും ഇപ്പോൾ കാണാനില്ല. കറിയൊക്കെ നല്ല കൊഴുപ്പ് രൂപത്തിൽ വന്നിട്ടുണ്ട്. മഷ്റൂമൊക്കെ വെന്ത് അതിൻ്റെ മസാലയൊക്കെ പിടിച്ച് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഞാൻ ഉള്ളിയാണ് കാച്ചി ഒഴിക്കുന്നത്. അപ്പോൾ കുറച്ച് ഒരല്പം നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമുള്ളവർക്ക് എണ്ണ കൂടുതൽ ഒഴിക്കാം. എണ്ണ ഇല്ലാതെ വളരെ കുറച്ച് എണ്ണയിൽ നമുക്ക് ഉള്ളി തീ കുറച്ച് വെച്ച് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു ചെറിയ പീസ് ഉള്ളിയാണ്, സവാള. അത് ചെറിയ ഉള്ളിയൊക്കെ വറുത്തിട്ടാൽ ടേസ്റ്റ് കൂടും. എൻ്റെ കയ്യിൽ കറിവേപ്പിലൊക്കെ തീർന്നു പോയിരുന്നത് കൊണ്ട് കറിവേപ്പിലയും കൂടി ഉണ്ടെങ്കിൽ ടേസ്റ്റ് കൂടും. അത് ഇല്ല, അതുകൊണ്ട് ഞാൻ ചുവന്നുള്ളി അല്പം വറുത്തിടുകയാണ് അതിലേക്ക്. അപ്പോൾ ഉള്ളി ഞാൻ കാച്ചി ഒഴിക്കും. ഉള്ളി നമുക്കറിയാലോ ബ്രൗൺ കളർ ആവുന്ന വരെ ഉള്ളി വഴറ്റി കൊടുക്കണം. ഉള്ളി അതിലേക്ക് കാച്ചി ഒഴിക്കുക. നമ്മുടെ അടിപൊളി നാടൻ വറുത്തരച്ച മഷ്റൂം കറി റെഡിയായിരിക്കുന്നു. ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാം, പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ്. ഇതെനിക്ക് എൻ്റെ അമ്മമ്മ പറഞ്ഞു തന്നൊരു കറിയാണ്. എന്തായാലും എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.